നമസ്കാരം. നമുക്കറിയാം UGC അംഗീകാരമുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. എങ്കിലും ഏകദേശം 1 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും പോകുന്നത്. ഈ ഇനത്തിൽ 5000 കോടിയിലധികം രൂപയാണ് വിദേശത്തേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഓരോ വർഷവും ഒഴുകുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി ഏകദേശം 40,000-ലേറെ കുട്ടികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് വിമാനം കയറുന്നത്. 60,000-ലേറെ കുട്ടികൾ ചെന്നൈ, ബംഗളൂരു, മംഗളൂരു, പൂനെ, മൈസൂരു ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്കും പോകുന്നു. ഒരു കുട്ടിക്ക് വിദേശ പഠനത്തിനായി ഒരു വർഷം 10 ലക്ഷം രൂപ വെച്ച് കണക്കാക്കിയാൽ പോലും ഒരു വർഷം 4000 കോടി രൂപയാകും. അന്യ സംസ്ഥാനങ്ങളിൽ ഒരു വർഷം 2 ലക്ഷം രൂപ വെച്ച് കണക്കാക്കിയാൽ പോലും 60,000 കുട്ടികൾക്ക് 1200 കോടി രൂപ ചെലവാകും. അങ്ങനെ 5200 കോടി രൂപ. എന്നാൽ വിചിത്രമായ മറ്റൊരു കാര്യമുണ്ട്. കരിയർ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന പല കോഴ്സുകളും കേരളത്തിലെ സ്വകാര്യ കോളേജുകളിലും എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജുകളിലുമുണ്ട്. ഈ കോളേജുകളിലൊക്കെ അന്യ സംസ്ഥാനങ്ങളിലെ കുട്ടികൾ പഠിക്കാനായി എത്തുന്നുണ്ട്. കേരളത്തിലെ കുട്ടികൾ പഠിക്കാനായി വിദേശത്തേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും പോകുന്നു. അന്യ സംസ്ഥാനങ്ങളിലെ കുട്ടികൾ പഠിക്കാനായി കേരളത്തിലേക്ക് വരുന്നു. ഇത് കേട്ടാൽ ആർക്കായാലും അത്ഭുതം തോന്നും. ആകെ സീറ്റുകളുടെ 10% വരെ മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളാണ്. ചില സ്വകാര്യ കോളേജുകൾ മിക്സഡ് ക്യാമ്പസുകൾക്ക് വേണ്ടി തന്നെ പുറത്തു നിന്നുള്ള കുട്ടികൾക്ക് തങ്ങളുടെ കോളേജുകളിൽ പ്രവേശനം നൽകുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുഴുവൻ വിദ്യാർത്ഥികളും മലയാളികളാകാൻ അനുവദിക്കാറില്ല. അതിനവർക്ക് പ്രത്യേക അനുവാദമുണ്ട്. കേരളത്തിലെ കുട്ടികൾ ബംഗളൂരു ഉൾപ്പെടെയുള്ള കോളേജുകളിലേക്ക് പോകുന്നത് പോലെ അവിടെ നിന്നുള്ള കുട്ടികൾ കേരളത്തിലേക്കും വരുന്നുണ്ട്. വ്യത്യസ്തമായ ഭാഷകളും വ്യത്യസ്തമായ സംസ്കാരവുമുള്ള കുട്ടികളുടെ സാന്നിധ്യം കേരളത്തിലെ കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് എന്നാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ന്യൂ ഇനിഷ്യേറ്റീവ് ഡയറക്ടറായ ഡോക്ടർ ടോം ജോസ് പറയുന്നത്. കേരളത്തിലെ കുട്ടികൾ വിദേശത്തേക്കും അന്യ സംസ്ഥാനത്തേക്കും പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഗുണം വിവിധ നാടുകളിലെ വൈവിധ്യമുള്ള സംസ്കാരവും വിജ്ഞാനവും കിട്ടുന്നു എന്നുള്ളതാണ്. UGC അംഗീകൃത സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ നിരവധിയുണ്ട്. എങ്കിലും കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കുമൊക്കെ പോയി പഠിക്കാനാണ് താല്പര്യപ്പെടുന്നത്. കേരളത്തിലെ കോളേജുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു പരിധിവരെ ഇതിന് കാരണമാകുന്നുണ്ട്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണവും കേരളത്തിലെ കോളേജുകളിൽ നടക്കുന്ന സമാനതകളില്ലാത്ത റാഗിങ്ങും ഒക്കെ കുട്ടികളെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ പഠനത്തിനൊപ്പം പാർട്ട് ടൈം ജോലിയും ചെയ്യാമെന്നതും കുട്ടികളെ വിദേശത്തേക്ക് ആകർഷിക്കുന്നു. വലിയൊരു വിഭാഗം കുട്ടികളും കേരളത്തിലോ ഇന്ത്യയിൽ തന്നെയോ തുടരാൻ താല്പര്യപ്പെടുന്നില്ല. സർക്കാർ ജോലി അവരുടെ ലക്ഷ്യവുമല്ല. അല്ലെങ്കിൽ സർക്കാർ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ഇനി ജോലി കിട്ടിയാലോ സമയത്തിന് ശമ്പളമില്ല, പെൻഷൻ ആയാൽ ആനുകൂല്യങ്ങളുമില്ല. ഇനി ഒന്നും വേണ്ട, വല്ല സംരംഭവും സ്വന്തമായി തുടങ്ങാമെന്ന് വെച്ചാലോ. ബാങ്ക് വായ്പ എടുത്തും സ്വർണം പണയം വെച്ചും കടം വാങ്ങിയുമൊക്കെ തുടങ്ങുന്ന സംരംഭത്തിന് മുന്നിൽ തൊഴിലാളി സംഘടനകളുടെ കൊടി ഉയരും. പിന്നെ അവർ പറയും കാര്യങ്ങൾ. ഇതൊക്കെ കണ്ടു വളരുന്നവർക്ക് കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ പോലും ഭയമാണ്. കഴിഞ്ഞ വർഷം 2023 കേരളത്തിൽ നിന്ന് പഠനത്തിനായി വിദേശത്തേക്ക് പറന്നത് 2.5 ലക്ഷം വിദ്യാർത്ഥികളാണ്. 2018 1,29,763 വിദ്യാർത്ഥികളാണ് കേരളം വിട്ടതെങ്കിൽ 5 വർഷത്തിനു ശേഷം 2023 അത് ഇരട്ടിയിലധികമായി. എറണാകുളം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദേശത്തേക്ക് പോയത്, 43,990 പേർ. തൃശ്ശൂരിൽ നിന്ന് 35,873 പേരും, കോട്ടയത്തു നിന്ന് 35,382 പേരും, വയനാട് നിന്ന് 3,750 പേരും, കാസർഗോഡ് നിന്ന് 4,391 പേരും, തിരുവനന്തപുരത്തു നിന്ന് 4,887 പേരുമാണ് വിദേശ വിദ്യാഭ്യാസത്തിനായി പോയത്. ഇതിൽ 54.4% പേരും ആൺകുട്ടികളാണ്. നോർക്ക നടത്തിയ മൈഗ്രേഷൻ സർവേയിലാണ് ഈ കണ്ടെത്തലുള്ളത്. വിദേശത്തേക്ക് പോയ വിദ്യാർത്ഥികളിൽ 80% പേരും ഏതെങ്കിലും ഒരു ബിരുദം നേടിയതിനു ശേഷമാണ് വിദേശത്തേക്ക് പോയത്. കൂടുതൽ പേരും പോയത് UK-യിലേക്ക്. 2ാം സ്ഥാനം കാനഡയ്ക്ക്. ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും ജോലിയും ലക്ഷ്യമിട്ടാണ് കുട്ടികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് എന്ന് സർവേ ഫലം തന്നെ പറയുന്നു. എന്നിട്ടും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറയുന്നത് വിദേശത്തേക്ക് പോകുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തും എന്നാണ്. നടന്നതു തന്നെ. ആർഷോയെയും ചിന്തയെയും ആര്യയെയും ഒക്കെ പോലെയുള്ളവരല്ല ഇന്നത്തെ കുട്ടികളെന്നെങ്കിലും ബിന്ദു മന്ത്രി തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു.